ഇന്ത്യൻ പൊളിറ്റി ബൈ ലക്ഷ്മികാന്ത് എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ 4ാമത്തെ ചാപ്റ്ററായ പ്രിയംബിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭരണഘടനയുടെ ആമുഖം എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈ ഭരണഘടനയുടെ ആമുഖത്തെ ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞത് എൻ.എ. പൽക്കിയവാലയാണ്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ ബേസ് ചെയ്തിട്ടാണ്. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചതാണ്. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിൽ ഈ ആമുഖത്തെ ഭേദഗതി ചെയ്ത് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി എന്നീ 3 പദങ്ങൾ കൂട്ടിച്ചേർത്തു. നമ്മുടെ ഭരണഘടന തുടങ്ങുന്നത് തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന വാക്യത്തോടു കൂടിയാണ്. ഈ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള വാക്യങ്ങൾ ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, ഈ 3 വാക്കുകൾ എന്താണെന്ന് നോക്കാം. ജസ്റ്റിസ്, നീതി എന്ന് പറഞ്ഞാൽ 3 തരത്തിലുള്ള നീതിയാണ്. സോഷ്യൽ ജസ്റ്റിസ്, എക്കോണമിക് ജസ്റ്റിസ് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. ഓക്കെ. ലിബർട്ടി അഥവാ സ്വാതന്ത്ര്യം, തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ചിന്തകൾ, വിശ്വാസങ്ങൾ, ആരാധനകൾ, ഇതിലൊക്കെയുള്ള സ്വാതന്ത്ര്യമാണ്. ഇക്വാലിറ്റി അഥവാ സമത്വം. സമത്വത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് അവസര സമത്വമാണ്. ഓക്കെ. ഫ്രറ്റേണിറ്റി അഥവാ സാഹോദര്യം, അഷ്യൂറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ യൂണിറ്റി ഓഫ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. വ്യക്തികൾ തമ്മിലുള്ള സാഹോദര്യവും രാഷ്ട്രം മുഴുവനും ഒരൊറ്റക്കെട്ടാണെന്നുള്ള രീതിയിലുള്ള സാഹോദര്യവും. നവംബർ 26-ാം തീയതി 1949 നമ്മുടെ ഭരണഘടന അഡോപ്റ്റ് ചെയ്തത്. ഈ ഭരണഘടനയുടെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്, സോഴ്സ് ഓഫ് അതോറിറ്റി ഓഫ് ദി പ്രിയംബിൾ. ഭരണഘടനയുടെ സോഴ്സ് ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെയാണ്. ഓക്കെ. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ്, നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ നേച്ചർ എന്താണെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സോവറൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്കൻ പൊളിറ്റി. പരമോന്നത ജനാധിപത്യ മതേതരത്വ റിപ്പബ്ലിക്കാണ് ഇന്ത്യ. ഓക്കെ. അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് സ്പെസിഫൈസ് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. നീതിന്യായം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇതെല്ലാമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒബ്ജക്റ്റീവ്സ്. 4ാമതായിട്ട്, എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത്? നവംബർ 26, 1949 കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത്. ഓക്കെ. നവംബർ 26, 1949 കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത്. ഈ 4 കാര്യങ്ങളാണ് ഇൻഗ്രീഡിയൻസ് ഓഫ് ദി പ്രിയംബിൾ. ഒന്നുകൂടെ പറയാം. സോഴ്സ് ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അത് നമ്മൾ തന്നെയാണ്. നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്, ഇറ്റ് ഈസ് എ സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്കൻ പൊളിറ്റി. ഒബ്ജക്റ്റീവ്സ്, ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി, ഇത്രയുമാണ് ഒബ്ജക്റ്റീവ്സ്. 4ാമത്, ഡേറ്റ് ഓഫ് അഡോപ്ഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, നവംബർ 26, 1949. ഭരണഘടനയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കീവേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സോവറൈൻ. സോവറൈൻ അഥവാ പരമാധികാരം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിനെയും മറ്റൊരു രാജ്യത്തെയും ഡിപ്പെൻഡ് ചെയ്യുന്നുമില്ല, എന്നാൽ പുത്രിക രാജ്യപദയുമല്ല. അതായത് മുമ്പുണ്ടായിരുന്ന ഒരു രാജ്യത്തിൽ നിന്ന് വേർപെട്ട് വന്നതുമല്ല. ഓക്കെ. സോവറൈൻ ഇംപ്ലൈസ് ദാറ്റ് ഇറ്റ് ഈസ് നെയ്തർ എ ഡിപ്പെൻഡൻസി നോർ എ ഡൊമീനിയൻ ഓഫ് എനി അതർ നേഷൻ. സോഷ്യലിസ്റ്റ്. സോഷ്യലിസ്റ്റ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സോഷ്യലിസം എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ്, കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം അല്ല. ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവന സാമഗ്രികളുടെ ഉത്തരവാദിത്വം ഗവൺമെൻറ് തന്നെയായിരിക്കും. ഓക്കെ. സെക്യുലർ അതായത് മതനിരപേക്ഷത. ഒരു മതത്തിന് മാത്രം, ഏതെങ്കിലും ഒരു മതത്തിന് പ്രാധാന്യം കൊടുക്കാതെ എല്ലാ മതത്തെയും തുല്യമായി കാണുന്നതാണ് സെക്യുലർ. ഡെമോക്രാറ്റിക്, ജനാധിപത്യ രാജ്യം. റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമെന്നാണ്. ഓക്കെ. ജസ്റ്റിസ്, നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. ലിബർട്ടി, ഓക്കെ, സ്വാതന്ത്ര്യം. ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. സോവറൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരമാധികാര രാജ്യം എന്നാണ്. അതായത് മറ്റൊരു രാജ്യത്തെയും ആശ്രയിക്കുന്നുമില്ല, എന്നാൽ ഇന്ത്യ എന്നതൊരു പുത്രികാ രാജ്യവുമല്ല. ഓക്കെ. ഇന്ത്യ എന്ന രാജ്യത്തിന് മുകളിൽ
അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു അതോറിറ്റിയുമില്ല. അതിൻ്റെ എല്ലാ അഫേഴ്സിലും അത് ഫ്രീ ആയിരിക്കും, അതായത് ഇൻറ്റേർണൽ അഫേഴ്സിലും എക്സ്റ്റേണൽ അഫേഴ്സിലും. 1949 ഇന്ത്യ ഒരു പരമാധികാര രാജ്യമെന്ന നിലയിൽ കോമൺവെൽത്തിൽ അംഗമാകുന്നത്. മാത്രമല്ല കോമൺവെൽത്തിൻ്റെ തലവനായിട്ട് ബ്രിട്ടീഷ് രാജ്ഞിയെ അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ ഈ കോമൺവെൽത്തിലെ അംഗത്വം ഇന്ത്യയുടെ പരമാധികാരത്തെ യാതൊരു രീതിയിലും ബാധിക്കില്ല. ഇന്ത്യയുടെ ഐക്യരാഷ്ട്ര സംഘടനയിലെ അംഗത്വം അതിൻ്റെ പരമാധികാരത്തെ യാതൊരു രീതിയിലും ബാധിക്കുന്നില്ല. അടുത്ത കീവേഡാണ് സോഷ്യലിസം. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസം എന്ന പദം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങളിലും സോഷ്യലിസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. 1955 കോൺഗ്രസ് പാർട്ടിയുടെ ആവടി സെഷനിലാണ് സോഷ്യലിസം അംഗീകരിക്കപ്പെട്ടത്. ഇന്ത്യയുടെ സോഷ്യലിസം എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ്, കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസമല്ല. കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവന സാമഗ്രികളുടെ മുഴുവൻ ചുമതലയും ഗവൺമെൻറ്റിന് മാത്രമായിരിക്കും, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നും അനുവദിക്കുന്നില്ല. എന്നാൽ ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്ന് പറയുന്നത് മിക്സഡ് എക്കോണമിയാണ് പ്രതിദാനം ചെയ്യുന്നത്. ഈ മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ വ്യക്തികൾക്കും സർക്കാരിനും സാധന സാമഗ്രികൾ ഉൽപ്പാദിപ്പിക്കാനും വിതരണം ചെയ്യാനുള്ള അവകാശമുണ്ട്. അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അംഗീകരിക്കുന്നു. അതാണ് സോഷ്യലിസ്റ്റ് ഡെമോക്രസി. ഭരണഘടനയുടെ 42-ാം ഭേദഗതി പ്രകാരമാണ് സെക്യുലർ എന്ന പദം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ സെക്യുലർ എന്ന പദം ഭരണഘടനയുടെ ഒരു ഭാഗത്തും കാണില്ല. ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അതായത് ആർട്ടിക്കിൾ 25 തൊട്ട് 28 വരെയാണ് മതസ്വാതന്ത്ര്യവും മതപരമായ ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യവും ഉൾപ്പെടുത്തിയത്. സെക്യുലർ സ്റ്റേറ്റ് എന്ന പദം ഭരണഘടനയിൽ എവിടെയുമില്ല. എന്നാൽ മതസ്വാതന്ത്ര്യം, മതനിരപേക്ഷത ഇല്ല, ഏതെങ്കിലും മതേതരത്വം ഇല്ലെങ്കിലും മതപരമായ സ്വാതന്ത്ര്യങ്ങൾ ഭരണഘടനയിൽ അംഗീകരിച്ചിട്ടുണ്ട്. അത് ആർട്ടിക്കിൾ 25 തൊട്ട് 28 വരെയാണ്. 2020 ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു പാർലമെൻ്ററി ഡെമോക്രസി എന്ന് വെച്ചാൽ എന്താണെന്ന്. പാർലമെൻ്ററി ഡെമോക്രസി എന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവ് ഈസ് റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേച്ചർ. നിയമസഭയിലുള്ളവരോട് ഉദ്യോഗസ്ഥ വൃന്ദമാണ് റെസ്പോൺസിബിളായിട്ടുള്ളത്. ഓക്കെ, ഈ ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് നിയമസഭയിലുള്ള ആളുകളോട്, അതായത് മന്ത്രിമാരോട് റെസ്പോൺസിബിളാണ്. ഓക്കെ, ഡെമോക്രസി എന്ന് പറയുന്നത് ജനങ്ങൾ നടത്തുന്ന ഭരണമാണ്. ഇത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് പ്രത്യക്ഷ ജനാധിപത്യം, അതായത് ഡയറക്റ്റ് ഡെമോക്രസി. ഇതിൻ്റെ ഉദാഹരണം സ്വിറ്റ്സർലാൻഡാണ്. സ്വിറ്റ്സർലാൻഡിൽ നിലനിന്നിരുന്ന ഡയറക്റ്റ് ഡെമോക്രസിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് റെഫറൻഡം, ഇനിഷ്യേറ്റീവ്, റീകോൾ ആൻഡ് പ്ലബിസൈറ്റ്. സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതും ജനങ്ങൾ തന്നെ, അവരെ വോട്ട് ചെയ്യുകയും ജനങ്ങൾ തന്നെ. ഇനി അവരെ തിരിച്ചു വിളിക്കാനുള്ള ഒരു അവകാശം കൂടിയുണ്ട്. അത് ഡെമോക്രസിയിലില്ല. ഡയറക്റ്റ് ഡെമോക്രസിയിൽ മാത്രമേ ഉള്ളൂ. സ്വിറ്റ്സർലാൻഡിൽ നിലനിന്ന് ഡയറക്റ്റ് ഡെമോക്രസിയിൽ മാത്രമേ ഉള്ളൂ റീകാൾ ചെയ്യുക, അതായത് അവർ അയോഗ്യരെന്ന് തോന്നുകയാണെങ്കിൽ തിരിച്ചു വിളിക്കുക. റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു. ഒന്ന് പാർലമെൻ്ററി, പ്രസിഡൻഷ്യൽ. പാർലമെൻ്ററി ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനമന്ത്രിയും കുറേ കേന്ദ്രമന്ത്രിമാരും ഉണ്ടാവും. പ്രധാനമന്ത്രിയാണ് ജനാധിപത്യത്തിൻ്റെ തലവൻ എന്നറിയപ്പെടുന്നത്. എന്നാൽ പ്രസിഡൻഷ്യൽ ഡെമോക്രസിയിൽ പ്രസിഡൻ്റായിരിക്കും രാജ്യത്തിൻ്റെ തലവൻ എന്നറിയപ്പെടുന്നത്. ജനാധിപത്യ രാജ്യത്ത്, അതായത് നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് പ്രസിഡൻറ്റിന് നാമമാത്രമായിട്ടുള്ള കഴിവുകളേ ഉള്ളൂ. പക്ഷേ അമേരിക്ക പോലെ പ്രസിഡൻഷ്യൽ ഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ പ്രസിഡൻറ്റിനാണ് പൂർണ്ണമായ ഉത്തരവാദിത്വം വരുന്നത്. റിപ്പബ്ലിക്കൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട ഭരണഘടന എന്നാണ് അർത്ഥം. ഈ എഴുതപ്പെട്ട ഭരണഘടനയെ തന്നെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്ന് മൊണാർക്കി, രണ്ട് റിപ്പബ്ലിക്. മൊണാർക്കിക്കുള്ള ഉദാഹരണമാണ് ബ്രിട്ടൻ. ബ്രിട്ടനിൽ എഴുതപ്പെട്ട ഭരണഘടനയുണ്ട്, പക്ഷേ ബ്രിട്ടനിലെ രാജ്ഞിയാണ് അതിൻ്റെ സുപ്രീം ഹെഡ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യയിൽ എഴുതപ്പെട്ട ഭരണഘടനയുണ്ട്, പക്ഷേ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ തന്നെയാണ് ഭരണം നടത്തുന്നത്. ഇതിൻ്റെ ഉദാഹരണം USA, ഇന്ത്യ ആണ്. അടുത്ത കീവേഡാണ് ജസ്റ്റിസ് അഥവാ നീതി. ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 3 തരത്തിലുണ്ട്. ഒന്ന് സോഷ്യൽ ജസ്റ്റിസ്, 2 എക്കോണമിക് ജസ്റ്റിസ്, 3 പൊളിറ്റിക്കൽ
ജസ്റ്റിസ്. ഇതെല്ലാം ഉറപ്പുവരുത്തുന്നത് മൗലിക അവകാശങ്ങളിലൂടെയും നിർദ്ദേശക തത്വങ്ങളിലൂടെയുമാണ്. ഓക്കെ. സോഷ്യൽ ജസ്റ്റിസ് ഡിനോട്ട്സ് ദ ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഓൾ സിറ്റിസൺസ് വിത്തൗട്ട് എനി സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, കളർ, റേസ്, റിലിജിയൻ, സെക്സ് ആൻഡ് സോ ഓൺ. ഓക്കെ. ഫോർ എക്സാമ്പിൾ, ഇതിനൊരു അപവാദം എന്ന് പറയുന്നത് SC/STക്കും OBCക്കും കൊടുത്തിട്ടുള്ള പ്രത്യേക പരിഗണനകളാണ്. ഓക്കെ. രണ്ടാമതായിട്ട് എക്കോണമിക് പണത്തിൻ്റെയോ പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വേർതിരിച്ച് കാണാതെ ഒരുപോലെ കാണുന്നതാണ് എക്കോണമിക് ജസ്റ്റിസ്. ഓക്കെ. പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ഫ്രീ ആയിട്ടുള്ള ആക്സസ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. എല്ലാവർക്കും നിയമസഹായം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സോഷ്യൽ ജസ്റ്റിസും എക്കോണമിക് ജസ്റ്റിസും കൂടെ ചേർന്നിട്ടാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അടുത്ത കീവേഡാണ് ലിബർട്ടി. ലിബർട്ടി എന്ന് പറയുന്നത് ലിമിറ്റഡ് ലിബർട്ടിയാണ്. ലിബർട്ടി ഈസ് നോട്ട് അബ്സല്യൂട്ട് ഓർ ക്വാളിഫൈഡ്. ലിബർട്ടി എന്ന് പറയുന്നത് എന്തും ചെയ്യുന്നതിനുള്ള ലൈസൻസ് ഇല്ല, മറിച്ച് ഭരണഘടനയ്ക്കകത്ത് ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ലിബർട്ടി മാത്രമേ പൗരന്മാർക്ക് അനുവദിച്ചിട്ടുള്ളൂ. ദ ഐഡിയൽസ് ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി ഇൻ അവർ പ്രിയമ്പിൾ ഹാവ് ബീൻ ടേക്കൻ ഫ്രം ദ ഫ്രഞ്ച് റവല്യൂഷൻ. തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ് through their fundamental rights enforceable in court law in case of violating them. ഓക്കെ. അടുത്ത കീ പോയിൻ്റാണ് ഫ്രറ്റേണിറ്റി അഥവാ സാഹോദര്യം. മതപരവും ഭാഷാപരവും അതുപോലെ തന്നെ ജിയോഗ്രഫിക്കലും ആയിട്ടുള്ള ഒരുപാട് ഡൈവേഴ്സിറ്റീസ് ഉണ്ടെങ്കിലും അതിൻ്റെ എല്ലാം ഇടയ്ക്ക് നമ്മൾ സാഹോദര്യം കാത്തു സൂക്ഷിക്കുക എന്നത് ആർട്ടിക്കിൾ 51A പ്രകാരം ഓരോ പൗരൻ്റെയും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്. രണ്ട് രീതിയിലുള്ള സാഹോദര്യത്തെക്കുറിച്ചാണ് ഭരണഘടന പറയുന്നത്. ഒന്ന് പൗരന്മാർ തമ്മിലുള്ള സാഹോദര്യവും രാഷ്ട്രത്തിൻ്റെ മുഴുവൻ ഇൻറ്റഗ്രിറ്റിയെയും അതിൻ്റെ കെട്ടുറപ്പിനെയും ബാധിക്കുന്ന രീതിയിലുള്ള സാഹോദര്യവും. ഫ്രറ്റേണിറ്റി എന്ന വാക്ക് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ദ പ്രിയമ്പിൾ എംബഡൈസ് മോഡൽ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് വാല്യൂസ്. ഭരണഘടന എഴുതി തയ്യാറാക്കുന്നതിൽ പ്രധാനമായ പങ്കുവഹിച്ച അല്ലാദി കൃഷ്ണസ്വാമി അയ്യർ. ഈ അല്ലാദി കൃഷ്ണസ്വാമി അയ്യറാണ് കോൺഗ്രസിൻ്റെ ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ. ഓക്കെ. ഈ അല്ലാദി കൃഷ്ണസ്വാമി അയ്യർ ഭരണഘടനയുടെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അക്കോർഡിംഗ് ടു KM മുൻഷി, ദ പ്രിയമ്പിൾ ഈസ് ദ ഹോറോസ്കോപ്പ് അവർ സോവറൈൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. 1960 ബേരുബാരി യൂണിയൻ കേസിൽ സുപ്രീം കോടതി പ്രസ്താവിച്ചത് പ്രിയമ്പിൾ എന്ന് പറയുന്നത്, അതായത് ആമുഖം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ചില പൊതുവായ തത്വങ്ങൾ മാത്രമേ ഉള്ളൂ, അത് ഭരണഘടനയുടെ ഭാഗമല്ലെന്നാണ്. എന്നാൽ 1973 കേശവാനന്ദ ഭാരതി കേസിൽ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഒരു ഭാഗമാണെന്ന് സുപ്രീം കോടതി വിധിച്ചു. 1995 LIC ഓഫ് ഇന്ത്യ കേസിൽ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഇൻറ്റഗ്രൽ പാർട്ടാണെന്ന് വീണ്ടും സുപ്രീം കോടതി വിധിച്ചു. ആമുഖത്തെക്കുറിച്ചിട്ട് മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ഭരണനിർവഹണത്തിന് ഉള്ള മാർഗനിർദ്ദേശങ്ങളല്ല പ്രിയമ്പിൾ. ഈ പ്രിയമ്പിളിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോർട്ട് വഴി എൻഷുർ ചെയ്യാനും പറ്റില്ല. ഓക്കെ. ആ രണ്ട് പോയിൻറ്റും ശ്രദ്ധിക്കുക. ആർട്ടിക്കിൾ 368 ഉപയോഗിച്ച് ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്താമോ എന്ന ചോദ്യം ആദ്യമായിട്ടുണ്ടായത് 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കേസിലാണ്. ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് ആമുഖം. എന്നാൽ ആമുഖത്തിൽ ഭേദഗതി വരുത്താമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. പക്ഷേ ആമുഖത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, അതായത് ബേസിക് പാർട്ട് നിലനിർത്തിക്കൊണ്ട് മാത്രമേ അത് ഭേദഗതി ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ 1976 ഭരണഘടന ഭേദഗതി ചെയ്തു. അതിനകത്ത് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി എന്നീ പദങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഓക്കെ. അത്രയുമാണ് പ്രിയമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ. താങ്ക് യു.